ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പോകാനായിട്ട് യാത്ര ചോദിക്കാൻ വെളിയിലേക്ക് ഇറങ്ങാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നീ പുറത്തേക്ക് വാ, സമയമാകുന്നുണ്ട്, ഞാൻ വെളിയിലേക്ക് നിൽക്കാമെന്ന്. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്തെ മോനെ, ഞാൻ എന്തായാലും ഇറങ്ങാണ്. പിന്നെ എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ കാര്യം. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരിക്കലും അച്ഛനെ വിഷമിപ്പിക്കരുത്. പിന്നെ 2 അനിയത്തിമാരെ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അവർ നല്ല പോലെ നീ നോക്കിക്കൊള്ളണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വീണ്ടും പറയാണ്, അതെ, നിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ അത് പാലിക്കുമെന്നും ഈ ചേച്ചിക്കറിയാം, വിഷമിക്കണ്ട. അപ്പോൾ ശരി, വീണ്ടും അച്ഛൻ അങ്ങോട്ട് വിളിക്കുകയാണ്, അലീന വരുന്നില്ലേന്ന്. പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ രോഹിത് തന്നെയാണ് ആ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അത് കാണുമ്പോൾ അലീനയ്ക്ക് പിന്നെയും സങ്കടമാവുന്നുണ്ട്. അലീന എടുക്കാൻ സമ്മതിക്കുന്നില്ല ആ ബാഗ്. അത് കഴിഞ്ഞ് ഭവിത അവിടെ നിൽപ്പുണ്ട്. ഭവിതയുടെ അടുത്തായിട്ട് ചെല്ലുകയാണ് കേട്ടോ യാത്ര പറയാനായിട്ട്. അപ്പം തന്നെ ഭവിത ചോദിക്കുകയാണ്, എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് മോളെ? യാത്ര ചോദിക്കാനാണല്ലേ? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നോടാരും യാത്രയൊന്നും ചോദിക്കണ്ട, പോകുന്നവരൊക്കെ പോയേ, ഒന്ന് പോകാനല്ലേ പറഞ്ഞത് മോളെ. ഞാൻ പറഞ്ഞില്ലേ പോകാനായിട്ട്, എന്നോടാരും ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ബബിത മുറിയിലേക്ക് കയറി കഥ കടച്ചു കേട്ടോ. അലീനയ്ക്ക് നല്ല വിഷമായി, ബബിതയുടെ നെഞ്ച് പൊട്ടിപ്പിടയുകയാണ്. പക്ഷേ കൃഷ്ണമോള് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ചേച്ചി, ബബിത ചേച്ചി അകത്ത് കയറിയല്ലേ, സംസാരിക്കാൻ നിന്നില്ല, യാത്ര പറയാൻ പറ്റിയില്ലല്ലേ? എന്ത് സ്വഭാവമാണോ ഈ ബബിത ചേച്ചിയുടേത്? സാരമില്ല, എനിക്കറിയാം മോളെ അവളുടെ മനസ്സ് എന്ന് അലീന പറഞ്ഞിട്ട് പറയാൻ, മോളും വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് എല്ലാ കാര്യവും അറിയാമല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യം, എൻ്റെ കാര്യവും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് നിനക്ക് തന്നെയാണ്. അതുകൊണ്ടെല്ലാം നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അച്ഛനെ നീ സൂക്ഷിച്ചോളണം, അച്ഛന് സുഖമില്ലാത്തതാണ് അറിയാമല്ലോ. അച്ഛനെ ഒരിക്കലും ദേഷ്യം പിടിക്കാനായിട്ട് അനുവദിക്കരുത്. അമ്മ തിരിച്ചു വന്നാലും ഒരു സമാധാനം പഴയ പോലെ കിട്ടണമെന്നില്ല, അത്രയ്ക്ക് വിചാരിച്ചതുപോലെ കിട്ടണമെന്നൊന്നുമില്ല. അമ്മ ദേഷ്യപ്പിടിക്കും, അച്ഛനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ വെറുതെ ഇരിക്കില്ല, അത് തടയേണ്ടത് കൃഷ്ണമോളെ നീയാണ്, നിനക്കതിന് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്നെങ്കിലും ഒരിക്കലും നമ്മൾ പിരിയുന്നില്ലല്ലോ. എവിടെ പോയാലും എനിക്കറിയാം, ഇവിടെ എനിക്ക് കൂടപ്പറപ്പുകളുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെന്ന്. നിനക്കും അറിയാമല്ലോ ഞാൻ ഈ വീട്ടിൽ തന്നെയാണെന്ന്, നിൻ്റെ ചേച്ചിയാണ് ഞാനെന്ന്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് അവരിറങ്ങണം കേട്ടോ. ഇറങ്ങുമ്പം ഒന്നും കൂടി തിരിഞ്ഞ് നോക്കുന്നുണ്ട് ബബിതയെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ കൃഷ്ണ പറയാണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ വിളിച്ചുകൊണ്ട് വരാം ബബിതേച്ചിയെ, കാരണം ഇവർ എന്തായാലും ഇപ്പം ഇറങ്ങുകയാണല്ലോ. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളകത്തേക്ക് ചെല്ലുമ്പോൾ ബബിത സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്താ ബബിതേച്ചി ഇങ്ങനെ നിൽക്കുന്നേ? അലീന ചേച്ചി പോകാനിറങ്ങി, ഒന്ന് യാത്ര പറയണ്ടേ? പുറത്തേക്ക് വാ. നീ പോടി. എടി, ഞാനെങ്ങും വരുന്നില്ല, പോണവരൊക്കെ പോട്ടെ. എന്താ ചേച്ചി ഇത്, എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത് എന്നും പറഞ്ഞ് ബബിതയുടെ അടുത്ത് നിൽക്കുക കേട്ടോ. ബബിതയുടെ ഉള്ളിൽ നിറച്ചും സങ്കടമാണെങ്കിലും പുറത്ത് കാണിക്കാൻ അറിയത്തില്ലല്ലോ. പിന്നെ കൃഷ്ണയ്ക്ക് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്, നീ പൊക്കോ, എനിക്ക് ആരോട് യാത്ര പറയാനുമില്ല, എന്നെ ആരോട് കാണാൻ വേണ്ട, പോകാൻ തയ്യാറായി നിൽക്കുന്നവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വെളിയിൽ അക്ഷമയായിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബബിതയെ കാണണം, യാത്ര പറയണം. കൃഷ്ണയും രോഹിത്തും ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ നിന്ന് പറയുകയാണ്, മോളെ സമയമാവുന്നുണ്ട്, ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ടതാ, നല്ല ദൂരമുണ്ടേ, തൊട്ടടുത്തൊന്നും അല്ല, ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ അവിടെ ചെന്ന് എത്താൻ പറ്റുള്ളൂ. ശരി, യാത്ര ചോദിച്ചത് കഴിഞ്ഞില്ലേ? ബബിതേച്ചി എന്ത് സ്വഭാവമെന്ന് എനിക്കറിയത്തില്ല, ചേച്ചി വരുന്നില്ല, എന്നാൽ നമുക്ക് ഇറങ്ങാം മോളെ, വന്നേ എന്ന് വീണ്ടും ബാലചന്ദ്രൻ വിളിക്കാടോ. രോഹിതിൻ്റെ മനസ്സൊക്കെ തകർന്നുപോയി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മുടെ അലീന കാറിലേക്ക് കയറുക കേട്ടോ. ആ സമയം അകത്ത് ബബിതയുടെ നെഞ്ച് പടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബബിത ഡോറ് തുറന്ന് പെട്ടെന്ന് ഇറങ്ങി വരികയാണ്. ബബിതയ്ക്ക് കാണാൻ കേട്ടോ അലീന കാറിൽ കയറി പോകുന്നതൊക്കെ. അലീനയ്ക്ക് കണ്ടുകൂടെങ്കിലും അലീന പോകുന്നതും ബബിത നോക്കി നിൽക്കുകയാണ്. സഹിക്കാനാവാണ്ട് ബബിത ഓടി റൂമിനകത്ത് കയറി പൊട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. രോഹിത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ, സ്നേഹത്തോടു കൂടി. ഇതെല്ലാം കഴിഞ്ഞ് കൃഷ്ണ നേരെ മുറിയിലേക്ക് ചെല്ലാണ് ബബിതയുടെ അടുത്ത്. ബബിതയോട് പറയാണ്, എന്താ ബബിതേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു? ബബിതേച്ചി നല്ല സങ്കടത്തിലാണല്ലോ. ബബിതേച്ചി കരയല്ലേ? കരയുന്നോ? ആര് കരയുന്നു? ഞാനെങ്ങും കരയുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കണ്ണ് നിറഞ്ഞിരിപ്പുണ്ടല്ലോ.
നീ ഒന്ന് പോയേ കൃഷ്ണേ, എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. നിന്നോടല്ലേടി പോവാൻ പറഞ്ഞത്. ബബിതേച്ചി എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? വല്ലാത്ത സ്വഭാവം തന്നെ. എന്നിട്ടും കൃഷ്ണ പോവാത്തുണ്ട് അവിടെ ഇരുന്ന് ഒരു ടോയ് എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കാട്ടോ കൃഷ്ണയുടെ ദേഹത്തേക്ക്. കൃഷ്ണ പെട്ടെന്ന് ഓടി മാറുവാണ്. പക്ഷേ ബബിതയുടെ ഉള്ളിൽ നിറച്ചും നീറുന്ന പൊള്ളുന്ന വേദനയോടുകൂടി അവിടെ നിന്ന് പൊട്ടി പൊട്ടി ബബിത കരയാട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഒന്നും അറിയാണ്ട് സത്യസന്ധമായിട്ട് അലീനയെ സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞ് പോകുന്ന വഴി ബാലചന്ദ്രൻ അലീനയെ ശ്രദ്ധിക്കാട്ടോ. അലീനയ്ക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കൂടപ്പറപ്പുകളെല്ലാം വിട്ടിട്ട് പോവുമല്ലേ, കരഞ്ഞിരിക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഇത്ര കഷ്ടപ്പാടോടുകൂടി നീ മനസ്സ് തകർന്ന് നിനക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്തിനാ വീട് വിട്ട് ഇറങ്ങിയത്? നീ എനിക്ക് പിന്നെ പോകണ്ടായിരുന്നല്ലോ ഇങ്ങനെ കരഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ അലീന പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയാം, നിൻ്റെ ഒറ്റ ആഗ്രഹമായിരുന്നു അവിടുന്ന് പോകണമെന്ന്. ഞാനോ എൻ്റെ മക്കളോ ആരും പറഞ്ഞിട്ടില്ല നിന്നോട് പോവാൻ. നീ ഉള്ളതാണ് ഞങ്ങൾക്ക് താല്പര്യവും ഇഷ്ടവും. പക്ഷേ നീ എന്താ പറഞ്ഞത്? എനിക്ക് പോയേ പറ്റൂ, ഇവിടെ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. നീ ഒന്ന് ഓർക്കണം, നിനക്ക് താല്പര്യമില്ലെങ്കിൽ. അപ്പോൾ ഉടനെ നമ്മുടെ അലീന പറയാം, അച്ഛൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇവിടുന്ന് പോവാൻ. എൻ്റെ കൂടപ്പിറപ്പുകളെയും അച്ഛനെയും ഒക്കെ വിട്ട്, ഈ വീട് വിട്ട്, ഈ പരിസരം വിട്ട് എനിക്ക് പോവാൻ മനസ്സില്ല. ഒരുപാട് കാലം എല്ലാവരോടത്തും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയണമെന്ന് ആഗ്രഹിച്ചോളാം ഞാൻ. പക്ഷേ പോവാതെ വയ്യല്ലോ സാരമില്ല, ഞാനെല്ലാം സഹിച്ചോളാം. പിന്നെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ഒത്തിരി അങ്ങ് വിഷമിക്കരുത്. അച്ഛന് സുഖമില്ലാത്ത ആളാണ് അറിയാലോ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അലീന. പക്ഷെ ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ അങ്ങ് തകർന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അലീന പറയാം, അച്ഛൻ്റെ മകളാണെന്ന് അച്ഛൻ ഓരോരുത്തരുടെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴേ അതിലും വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാനിത് കേട്ടിരുന്നത്. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്നറിയാമോ എനിക്ക് അച്ഛൻ്റെ മകളായിട്ട് ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് അലീന അങ്ങ് ചിരിക്കുകയാണ്. ഉടനെ ഇവിടെ ബാലചന്ദ്രൻ പറയാം, എടി നിൻ്റെ ഈ ചിരി കണ്ടിട്ടാണോടി ബബിത ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത് അച്ഛൻ്റെ മാനസപുത്രിയാണ് നീ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് ചിരിക്കുക. പക്ഷെ മനസ്സ് നിറച്ചും കരയാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ബാലേന്ദ്രൻ നീ എന്താ പറയാമെന്നറിയില്ല. നീ എന്തിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്തു എന്ന് എനിക്കറിയില്ല. നീ പോയി കഴിഞ്ഞാൽ വൈജ തിരിച്ചു വരും, വീണ്ടും പഴയ പോലെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇവിടെ കഴിയും. പിന്നെ അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണോ അതോ ഇനി കൊല്ലപ്പള്ളിയിലുള്ളവരുടെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടുന്ന് പോകുന്നത്? എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് നീ പോകുന്നതെങ്കിൽ അതൊക്കെ വെറും വേസ്റ്റാ മോളെ എന്ന് പറയുമ്പോൾ വീണ്ടും അലീന പറയാണ്, എനിക്കറിയാം അച്ഛാ, പക്ഷേ അതൊന്നും ശരിയായി വരുന്ന കാര്യമല്ലെന്നും എനിക്കറിയാം. എന്നാലും എല്ലാം അറിയുന്നത് അച്ഛനല്ലേ, അച്ഛൻ അതെല്ലാം മനസ്സിലാക്കി ജീവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അത്രയും മതി എന്നും പറഞ്ഞ് അവരങ്ങനെ യാത്ര തിരിക്കാൻ കേട്ടോ. കൊല്ലപ്പള്ളിയിലാണെങ്കിൽ എന്തായാലും ഇന്നിപ്പോൾ അലീന തിരിക്കുന്നുണ്ടെന്ന് അറിയാണ്. നമ്മുടെ ഗംഗാധരേട്ടനും അതുപോലെ ശിവനും കൂടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈജ തിരിച്ചു പോകാൻ വേണ്ടി വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കും. അവൾക്ക് അതിനുള്ള ഉപദേശവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ വിടാനൊന്നും പറ്റത്തില്ല. ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരും. അതും ശരിയാണ്. പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല. ഇത്രയും നാൾ ഹരിയുടെ പേരും പറഞ്ഞും ഈ കാര്യം പറഞ്ഞൊക്കെ ഇവിടെ നിന്നു. ഇനി എനിക്ക് തിരിച്ചു പോകണ്ടേ ഗംഗേട്ടാ, എൻ്റെ ജോലി പ്രതിസന്ധിയിലാവില്ലേ? അതും ശരിയാ, എനിക്കും തിരിച്ചു പോയേ പറ്റൂ. പിന്നെ മാലതിയോർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ വൈജയുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും രാജീവനെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാവുമ്പോൾ അവൻ ബാലചന്ദ്രനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. സോറി. കാരണം എന്താണെന്ന് വെച്ചാൽ രാജീവൻ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് അവനോട് നിൽക്കാനറിയാം, നമ്മളെപ്പോലെ അല്ല. എന്നാലും വൈജയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. ആ സമയത്ത് കമല വലിയ സന്തോഷവതിയായിട്ട് ഓടി വരുവാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്താ കാര്യങ്ങൾ? അല്ലെന്നേ കടപ്പാട്ടുന്നേ അവൾ പോയിട്ടുണ്ട് ആ പിശാച്ച്. ഏത് പിശാച്ച്? ആ അലീന. അതെങ്ങനെ നീ അറിഞ്ഞു? അതെ, ബബിതയും രഞ്ജിതയും കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ. ഇപ്പോൾ രഞ്ജിത എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു പോയിന്ന്. ഓ, സമാധാനവും സന്തോഷമായി. നിനക്കെന്താടി ഇത്ര സമാധാനവും സന്തോഷവും? നിന്നെ അവൾ എന്തെങ്കിലും ചെയ്തോ? അവൾ ഇവിടെ കയറി വന്നതിന് ശേഷമാണല്ലോ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, എൻ്റെ ഹരി ജയിലിലായതും ഒക്കെ. ഗംഗാധരന് ദേഷ്യം വന്നു കേട്ടോ. കമലെ, ആവശ്യമില്ലത്തൊന്നും വിളിച്ച് പറയരുത്. ഹരി ജയിലിലായെങ്കിൽ അത് അലീനയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവൻ മോശം പ്രവൃത്തി ചെയ്തു. അവൻ
കുറ്റകൃത്യം ചെയ്തു, അതുകൊണ്ടാണ്. എന്നിട്ട് അത് വേറൊരാളെ തലയിൽ കെട്ടി വെക്കല്ലേ. ഓ ഇനിയിപ്പോൾ അതങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അലീനയെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ എനിക്കങ്ങനെയില്ല. വൈജയും ഞാനും അനുഭവിച്ചത് എനിക്കറിയും. നാശം പിടിച്ചവൾ പോയി തൊലയട്ടെ, ഇനി തിരിച്ചു വരാതിരുന്നാൽ മതി. എന്തായാലും വൈജയ്ക്കും സന്തോഷമാവും. വൈജയിന് തിരിച്ചും പോവുമല്ലോ. അവൾക്ക് അവളെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. സുഖമായിട്ട് ജീവിക്കാം. കാണാം ഇനിയിപ്പം. ഇനി നോക്കിക്കോ ശിവേട്ട, ഇനിയാണ് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ പോകുന്നത്. അവൾ ഈ കുടുംബവും അതുപോലെ കടപ്പാട്ട് കുടുംബവും ഒക്കെ വിട്ടിറങ്ങിയില്ലേ. അതോടുകൂടി ഇനി 2 കുടുംബവും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇനി ജീവിക്കുന്നത്. നോക്കിക്കോ. കാണാം ഇനി അങ്ങോട്ട് എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന്. നമുക്ക് കാണാം. പിന്നെ ഞാനിത് അങ്ങോട്ട് ആഘോഷിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക എന്ന് പറയാണ്. ശരി, പോയി ആഘോഷിക്കും, നല്ലത്. ഇതിനെയൊക്കെ എന്ത് ചെയ്യാനാ, എനിക്ക് പറ്റുന്നില്ല എന്ന് ശിവൻ പറയാ ദേഷ്യത്തോട്. ഗംഗാധരൻ പറയാനുണ്ട്, ശിവ നീ കമല പറയുന്നതിന് എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയാനും തുള്ളാനും നിൽക്കരുത്. അതുകൊണ്ട് അവൾ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറയാം. എന്തായാലും അതൊക്കെ കഴിയട്ടെ, നമുക്ക് വൈജിയോട് കാര്യങ്ങൾ സംസാരിക്കാം. അവളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ബാലേന്ദ്രനോട് സംസാരിക്കണമല്ലോ, അയാളും പറയണമല്ലോ ഇവിടുന്ന് വൈജിയെ വിടണോ വേണ്ടേ എന്നൊക്കെ. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഗംഗേട്ടാ. അത് ശരിയാ. അങ്ങനെ അവർ ആ തീരുമാനത്തിലേക്ക് പോവാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്